എഴുത്തുകാരൻ ശ്രീ കെ പി രാമനുണ്ണി നമുക്ക് പ്ലീസ് എഴുത്തുകാരൻ ശ്രീ കെ പി രാമനുണ്ണി നമുക്ക് ചേരുന്നുണ്ട്. ഇവിടെ വലിയ തിരക്കാണ്. നേരത്തെ പൊതുദർശനം വേണ്ട എന്നൊക്കെ പറയുമ്പോൾ ഒരു സാങ്കേതികമായ പൊതുദർശനം പോലെ രൂപം പ്രാപിക്കുന്നുണ്ടോയെന്ന് അറിയില്ല. എന്തായാലും സ്ഥലം കൊണ്ട് നിൽക്കുന്നു ക്യാമറ കൊണ്ട്. അപ്പോൾ എം ഡിയുടെ ഓർമ്മകൾ നമ്മുടെയൊക്കെ മലയാളികളിടത്തോളം കാലം ജീവിക്കും, അതുറപ്പാണ്. അതെ, മഹാത്മാഗാന്ധി മരിച്ച സമയത്ത് ജവഹർലാൽ നെഹ്റു പറഞ്ഞ ഒരു വാക്കാണ് എനിക്ക് ഓർമ്മ വരുന്നത്. ദി ലൈറ്റ് ഹാസ് ഗോൺ ഔട്ട് അവർ ലൈവ്സ്. അതാണ് ഇപ്പോൾ ഇന്ന് കേരളം മലയാളി അനുഭവിക്കുന്നത്. നമ്മുടെ വെളിച്ചം നഷ്ടപ്പെട്ടു എന്ന മഹാത്മാഗാന്ധി മരിച്ച സമയത്ത് നെഹ്റു പറഞ്ഞ അതേ വാക്ക്, എവിടെയും ഇരുളാണ്. അങ്ങനെയുള്ളൊരു അവസ്ഥ, ശൂന്യത മലയാളിയുടെ ഹൃദയത്തിൽ അവശേഷിപ്പിച്ചുകൊണ്ടാണ് എം ടി യാത്രയായിരിക്കുന്നത്. നമ്മുടെ മലയാളത്തിൻ്റെ അഭിമാനം ഉയർത്തിപ്പിടിച്ച, തൻ്റെ അക്ഷരലോകം കൊണ്ട് എല്ലാവരെയും വെളിച്ചത്തിലേക്ക് നയിച്ച ആ മഹാത്മാവാണ് നമ്മളെ പിരിഞ്ഞു പോയിരിക്കുന്നത്. എം ടിയെ മറ്റ് എഴുത്തുകാരിൽ നിന്ന് വ്യത്യസ്തനാക്കുന്നത് എഴുത്തുകാരൻ എന്ന നിലയ്ക്ക് മാത്രമല്ല, ചലച്ചിത്ര പ്രവർത്തകൻ, സ്ഥാപനത്തിന് നേതൃത്വം കൊടുക്കുന്ന ആൾ, ഇങ്ങനെ സർവ്വ മണ്ഡലങ്ങളിലും വിജയിച്ച വലിയൊരു മഹാപ്രതിഭയായിരുന്നു. എങ്ങനെയാണ് ഒരു എഴുത്തുകാരൻ പ്രവർത്തിക്കേണ്ടത്, എങ്ങനെയാണ് ഒരു എഴുത്തുകാരന് നിലപാടുണ്ടായിരിക്കേണ്ടത്, ഇതെല്ലാം ഉച്ചയും ബഹളവും ഒന്നുമില്ലാതെ തൻ്റെ പ്രവൃത്തിയിൽ കൂടെ നടത്തി കാണിച്ച ആളാണ് എം ടി വാസുദേവൻ നായർ. അദ്ദേഹത്തിൻ്റെ കൂടെ 21 വർഷം തുഞ്ചൻ സ്മാരകത്തിൻ്റെ അഡ്മിനിസ്ട്രേറ്ററായി ജോലി ചെയ്യാൻ പറ്റിയ എൻ്റെ ജീവിതത്തിലെ വലിയൊരു സൗഭാഗ്യമാണ്. എൻ്റെ വ്യക്തിത്വത്തെ തന്നെ മാറ്റിപ്പണിയുകയാണ് അദ്ദേഹം ചെയ്തിട്ടുള്ളത്. അദ്ദേഹത്തിൻ്റെ ഓരോ രീതികളും, എം ടി എവിടെയും അധികാരസ്ഥാനത്തിരിക്കുമ്പോൾ ആരെയും ബോസിയില്ല. അദ്ദേഹത്തെ കണ്ടാൽ വിചാരിക്കും ഭയങ്കര സ്ട്രിക്റ്റായിട്ട് ഇതുള്ള ആളാണെന്ന്. തുഞ്ചൻപറമ്പിൽ 21 വർഷവും എന്നോട് ഒരു കാര്യവും എങ്ങനെ ചെയ്യണമെന്ന് കൽപ്പിച്ചിട്ടില്ല എന്നതാണ്. അദ്ദേഹം സൂചനകൾ തരും, അത് കണ്ടാൽ തന്നെ, അറിഞ്ഞാൽ തന്നെ എല്ലാവരും അതിനനുസരിച്ച് പ്രവർത്തിക്കും. ഏത് വലിയ മാനേജ്മെൻറ്റ് പണ്ഡിറ്റുകൾക്കും അറിയാത്ത മറ്റുള്ളവരെ ഊർജ്ജസ്വലരാക്കാനുള്ളൊരു സിദ്ധി, മാസ്മരികമായ സിദ്ധി അദ്ദേഹത്തിനുണ്ടായിരുന്നു. എല്ലാ തലമുറയിൽപ്പെട്ട എഴുത്തുകാർക്കും എം ടി വേണ്ടപ്പെട്ടവനാണ്. മുന്നിൽ പോയിട്ടുള്ള തകഴിയുടെ പോലെയുള്ള എഴുത്തുകാർക്ക് എം ടി വേണ്ടപ്പെട്ടവനായിരുന്നു. എം ടിയുടെ സ്വന്തം തലമുറയിൽ അതിനുശേഷം വന്ന ആധുനികവാദ കഥാകാരന്മാരെ മുഴുവൻ അവരുടെ വ്യത്യസ്ത രീതികളെ കേരളത്തിൽ സ്ഥാപിച്ചത് മാതൃഭൂമി ആഴ്ചപ്പതിപ്പിൽ കൂടെ അദ്ദേഹമാണ്. ഇതിനുശേഷം വന്ന എൻ്റെ തലമുറ, എൻ്റെ ചരമവാർഷികം എന്ന നോവൽ എം ടിയാണ് മാതൃഭൂമി ആഴ്ചപ്പതിൽ പബ്ലിഷ് ചെയ്ത്. പിന്നെ വന്നിട്ടുള്ള തലമുറ സുഭാഷ് ചന്ദ്രനും സന്തോഷ് ചിക്കാനും അവർക്കും ഏറ്റവും പ്രിയപ്പെട്ടവനായിരുന്നു. അങ്ങനെ സ്വയം നവീകരിക്കുന്നൊരു എഴുത്തുകാരൻ, സ്വന്തം മനസ്സിൻ്റെ വാതായനങ്ങൾ തുറന്നിട്ടുകൊണ്ട് ലോക സാഹിത്യത്തെ പറ്റി എപ്പോഴും പുതിയ പുതിയ കാര്യങ്ങൾ മനസ്സിലാക്കുന്ന, പകരം വയ്ക്കാൻ പറ്റില്ല എന്ന വാക്ക് സത്യത്തിൽ അക്ഷരാർത്ഥത്തിൽ നമ്മളെ അനുഭവിച്ചു കൊണ്ടാണ്. താങ്ക് യു സർ. അപ്പോൾ നമ്മൾ അനുഭവിക്കുന്ന ഒരു അനാഥത്വത്തെക്കുറിച്ച് സംസാരിക്കുകയായിരുന്നു ശ്രീ കെ പി രാമനുണ്ണി. 100% തീർച്ചയായും അദ്ദേഹം പറഞ്ഞതുപോലെ തന്നെ അത് ഒട്ടേറെ തലമുറകൾക്ക് വഴികാട്ടിയാണ്. എം ടി